السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: മുജാലസത്തു സ്വാലിഹീന തുഹവ്വിലുക മിൻ സിത്തത്തിൻ ഇലാ സിത്ത. സ്വാലിഹീങ്ങളായ ആളുകളോട്, സദ്വൃത്തരായ ആളുകളോട് കൂടിയിരിക്കുക എന്നുള്ളത് നിന്നെ 6 കാര്യങ്ങളിൽ നിന്നും 6 കാര്യങ്ങളിലേക്ക് നിന്നെ നയിക്കുന്നതാണ്, നിന്നെ മാറ്റിക്കുന്നതാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്നും ദൃഢതയിലേക്ക് അവർ നിന്നെ നയിക്കുമെന്ന്. നമുക്കറിയാം, ദീനിൻ്റെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമാണ്. അതിൻ്റെ എല്ലാം ദൃഢമായ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ദൃഢമായ അറിവ് എന്താണ് എന്നുള്ളതിലേക്ക് സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുമെന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഫാസിഖ്യങ്ങളായ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ആളുകളുമായിട്ട് അയാൾ കൂടിക്കലർന്ന് ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതാരും ചർച്ച ചെയ്യുകയില്ല. എന്നാൽ സ്വാലിഹീങ്ങളായ ആളുകളോടാണ് അയാൾ കൂടിയിരിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ അതിനൊരു അതിൻ്റെ ദൃഢമായ അമൽ എന്താണ്, അല്ലെങ്കിൽ ദൃഢമായ കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് ക്ലിയർ ആയത് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പറയുന്ന ചില വാചകങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് വമിന റിയാഇ ഇലൽ ഇഖ്ലാസ്. റിയായിൽ നിന്നും, അതായത് ലോകമാന്യതയിൽ നിന്നും, മറ്റുള്ള ആളുകളെ കാണിക്കുന്നതിൽ നിന്നും ഇലൽ ഇഖ്ലാസി, ഇഖ്ലാസിലേക്ക് സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള കൂടിയിരുത്തം നമ്മളെ നയിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നല്ലതാണെന്ന് കരുതി എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ടും എല്ലാവർക്കും അറിയാനും എല്ലാവരും കാണാനും കേൾക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപകടങ്ങൾ എന്താണ്, നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായി ശരിയാക്കണം എന്നുള്ളതൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുമ്പോൾ അവരൊക്കെ അത് ചർച്ച ചെയ്യും. അതൊക്കെ നമുക്ക് നമ്മൾ റിയായിൽ നിന്നും ഇഖ്ലാസിലേക്ക് അത് നമ്മളെ എത്തിക്കുമെന്നാണ്. അതുപോലെ തന്നെ വമിനൽ ഗഫ്ലത്തി ഇല ദിക്രി, ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധമായി ജീവിക്കുന്നതിൽ നിന്നും അതുപോലെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ദിക്റിലേക്ക് നമ്മളെ മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള കൂടിയിരുത്തം നയിക്കുമെന്നാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അശ്രദ്ധമായിക്കൊണ്ടായിരിക്കും പലതും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നമ്മളൊരു ജോലിയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാങ്ങൽ വിൽക്കലായിക്കൊള്ളട്ടെ, ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കൃത്യമായി ദീനിൻ്റെ ആദാബുകളും ദീനിൻ്റെ പരിധികളും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ അതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലേക്ക്, ഇതിലൊക്കെ അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതികളിലേക്ക് എന്ത് ചെയ്യും, നമ്മളെത്തും സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുമ്പോൾ. അതുപോലെ തന്നെ നാലാമത് അദ്ദേഹം പറഞ്ഞു വമിനർ റഗ്ബത്തി ഫിദ് ദുനിയ ഇലർ റഗ്ബത്തി ഫിൽ ആഖിറ. ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആഖിറത്തിനോടുള്ള സ്നേഹത്തിലേക്കും സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുന്നത് നമ്മളെ നയിക്കുമെന്നാണ്. നമുക്കറിയാം, നമ്മളുടെ കൂട്ടുകെട്ട് എങ്ങനെയാണോ അതേ രൂപത്തിലായിരിക്കും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഒരു ഭൗതികനായ ദുനിയാവ് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് നമ്മൾ കൂട്ടുകൂടിയിട്ടുള്ളത് എങ്കിൽ അയാൾ അയാളുടെ വാഹനത്തെക്കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചും അയാളുടെ ഇങ്ങനത്തെ സംഗതികളെ, ദുനിയാവിൻ്റെ കാര്യങ്ങളല്ലാതെ അയാളൊന്നും ചർച്ച ചെയ്യില്ല. സ്വാഭാവികമായി ഇത് കേട്ട് നമുക്കും എന്തെന്നേക്കാരം, ദുനിയാവിനോടേക്കാരം കൂടുതൽ മഹബത്ത്. ഓരോ ആൾക്കാരോട് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ദുനിയാവിൻ്റെ കുറേ കാര്യങ്ങളായിരിക്കും അവർ പറയാം. വീടുണ്ടാക്കണം, അതൊന്നും പാടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അതായിരിക്കും അവരുടെ അവരുടെ ലക്ഷ്യം അതായിരിക്കും. ഒരു വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, ദുനിയാവിൻ്റെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം. ഈ രൂപത്തിൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിൽ നിന്നും ഇല റഗ്ബത്തി ഫിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സ്നേഹത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുമെന്നാണ്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞത് വമിനൽ കിബരി ഇല തവാദുഇ, കിബറിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, ഞാൻ തന്നെയാണ് ഒക്കെ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും, ഞാനൊന്നും ഒന്നുമല്ല എന്ന ഒരു വിനയത്തിൻ്റെ ചിന്താഗതികളിലേക്ക് മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹ്യങ്ങളുമായി കൂടിയിരിക്കുന്നത് നമ്മളെ എത്തിക്കുമെന്നാണ്. ഏഴാമതായി അദ്ദേഹം പറഞ്ഞത് വമിൻ സൂഇൻ നിയ്യതി
ഇലൻ നസീഹ, മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് മോശം വിചാരിക്കുന്നതിൽ നിന്ന് നസീഹത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുണകാംക്ഷയിലേക്ക് അത് നയിക്കും എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടു, അയാൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുന്നത് കണ്ടു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദീനിനോട് മുഖാലിഫായ രൂപത്തിൽ അല്ലെങ്കിൽ ദീൻ ശരിയായ രൂപത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ കണ്ടു, നമ്മളെന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളോട് പറഞ്ഞടക്കുക, അതല്ലെങ്കിൽ അയാളൊന്നും ശരിയല്ല, ഈ രൂപത്തിൽ നമ്മുടെ മനസ്സിലൊരു മോശം വിചാരം വെച്ചുകൊണ്ടേക്കാരം അയാളെ പറ്റി നടക്കുന്നുണ്ടാവുക. പക്ഷേ സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് യാതൊരു ഫായിദയില്ല. നേരെ മറിച്ച് അവനും കൂടെ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വരേണ്ട ആളാണ്, ഞങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകേണ്ട ആളാണ്, അവനതിൽ ഉണർത്തുകയാണ് വേണ്ടത് എന്ന ഒരു നസീഹത്തിൻ്റെ ചിന്തയായിരിക്കും സ്വാഭാവികമായിട്ടും സ്വാലിഹീങ്ങളുടെ ആളുകളുമായി കൂടിയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 7 കാര്യങ്ങളാണ് സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.